ഇന്ന് നമ്മൾ ബനാന ഷേക്ക് ഉണ്ടാക്കുന്നത്. റിസൾട്ട് അടിപൊളിയാണ്. അപ്പം ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു ജാറിലേക്ക് പഴുത്ത പഴം ഇടുക. അപ്പോൾ എത്ര വേണം അത്രയും പഴുത്ത പഴം നിങ്ങൾ ആഡ് ചെയ്യുക. അത് കുഞ്ഞു കുഞ്ഞു പീസാക്കണ്ട, ഇതുപോലെ ഒന്ന് ഇങ്ങനെ മുറിച്ചിട്ടാലും മതി. കൈ കൊണ്ടൊന്ന് പീസാക്കി ഇടുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് നിങ്ങൾക്ക് ഇടാം. പഴുത്ത പഴം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. പഴുത്ത പഴം ആഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. നല്ല പഴുക്കണം എന്നില്ല, കുറച്ച് മീഡിയം ആയിട്ടുള്ള ഒരു പഴുപ്പ്, നല്ല പഴുപ്പുണ്ട. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ബദാം ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ്. ബനാന മാത്രമായൊരു അധികം ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് ബദാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുരു കളഞ്ഞിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് ഫ്രിഡ്ജിലായിരിക്കുന്നുണ്ടായിരുന്നു, ഫ്രീസായിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ബദാമും ആ പഴവും ആ ഈത്തപ്പഴമൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റിന് വേണ്ടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കേട്ടോ ബദാം. അപ്പോൾ പഴം എത്രയുണ്ടോ അതിൻ്റെ ഒരു അളവിലായിട്ട് വേണം നിങ്ങൾ ആ ഒരു ഈത്തപ്പഴവും ബദാമൊക്കെ ഇട്ട് കൊടുക്കുക. ഇതാ കണ്ടില്ലേ? അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. മുഴുവൻ ഇട്ട് കൊടുക്കേണ്ട, അത് പാതി ഉണ്ടായിരുന്നു, അതൊന്ന് പാതി എടുത്തിട്ട് ഇടുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഫ്രോസൺ പാൽ ഒഴിച്ച് എന്നിട്ട് ജാറിലേക്ക് ഇട്ട ശേഷം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, ഷുഗർ. എന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്കാണ്. അത് ഡാർക്ക് മീൻസ് നല്ല ഡാർക്കല്ല, ഈ ഒരു മീഡിയം ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് പോലത്തെയാണ്. പക്ഷെ ടേസ്റ്റ് റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കണം, മറക്കല്ലേ.